നമസ്കാരം, ഡീപ് ഫോക്കസിലേക്ക് സ്വാഗതം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ്. ജില്ലാതലം മുതൽക്ക് തന്നെ കോഴക്കാർ സജീവമാണ്. കുട്ടികളുടെ മേള എങ്ങനെയാണ് മുതിർന്നവർ അഴിമതിയുടെ അരങ്ങാക്കി മാറ്റുന്നത്? ക്രമക്കേടുകൾ എത്രമാത്രം ആഴമുള്ളതാണ്? ഈ വിഷയമാണ് ഇന്ന് ഡീപ് ഫോക്കസ് ചർച്ച ചെയ്യുന്നത്. AKSTUവിൻ്റെ നേതാവ് ശ്രീകുമാർ ആലപ്പുഴ സ്റ്റുഡിയോയിൽ നിന്ന്, MM സജീന്ദ്രൻ സാംസ്കാരിക പ്രവർത്തകൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ, അധ്യാപക സംഘടനാ നേതാവായ ശ്രീ P ഹരിഗോവിന്ദൻ പാലക്കാട് സ്റ്റുഡിയോയിലുണ്ട്. ഇവർ ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഇത് സംബന്ധിച്ച 2 റിപ്പോർട്ടുകളാണ് ഇന്ന് മീഡിയ വൺ നൽകിയത്. ആദ്യം ഇന്ന് മലപ്പുറത്തുണ്ടായ ഒരു അനുഭവം നോക്കാം. നൃത്തരംഗത്തും സംഗീതരംഗത്തും നിറഞ്ഞു നിൽക്കുന്ന തൃശൂർ കണ്ണൻ എന്നറിയപ്പെടുന്ന ഷാൻ ജില്ലാ കലോത്സവത്തിനായാണ് മലപ്പുറത്തെത്തിയത്. കുച്ചുപ്പുടിക്ക് വിധികർത്താവായിട്ടാണ് ഇദ്ദേഹത്തെ വിളിച്ചത്. കലോത്സവം തുടങ്ങിയപ്പോൾ ഇങ്ങനെ: അന്നത്തെ ദിവസം കുച്ചുപ്പുടി കോമ്പറ്റീഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, എന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ മാസ്റ്റർ, നാളെയാണ് കുച്ചുപ്പുടി കോമ്പറ്റീഷൻ, അപ്പോൾ മാസ്റ്റർ ഇന്ന് ഒരു മോഹിനിയാട്ടം കോമ്പറ്റീഷന് മാർക്കിടണമെന്ന് പറഞ്ഞു. സംഘാടകരെന്ന് പറഞ്ഞ് കലോത്സവത്തിന് ക്ഷണിച്ചു വരുത്തിയവർ തന്നെയാണ് ഇഷ്ടക്കാർക്ക് മാർക്കിടാൻ ആവശ്യപ്പെട്ടതും. അല്ല, ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും, സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 50,000 രൂപയും, തേർഡ് കൊടുത്തു കഴിഞ്ഞാൽ 30,000 രൂപയും തയ്യാറാണ്. തങ്ങൾക്ക് താല്പര്യമുള്ളവരെ വിജയിപ്പിക്കുന്നതിനൊപ്പം ചില കുട്ടികളെ മനഃപൂർവ്വം പരാജയപ്പെടുത്തുന്നതായും ഷാൻ പറയുന്നു. സത്യവാൻ സാവിത്രി എന്ന് പറയുന്ന ഡാൻസിനെ ഒരു കാരണവശാലും കേട്ടരുത്. അവൾ അനുഭവിക്കണം, അവൾ ഇപ്രാവശ്യം സ്റ്റേറ്റ് കാണരുത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കലോത്സവങ്ങൾക്ക് വിധികർത്താവായി ഇനിയില്ലെന്ന് പറഞ്ഞാണ് ഷാൻ മലപ്പുറത്ത് നിന്ന് മടങ്ങിയത്. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം. ഇന്ന് ഞങ്ങൾ നൽകിയ മറ്റൊരു റിപ്പോർട്ട് ആലപ്പുഴയിൽ നിന്നുള്ളതാണ്. സ്കൂൾ കലോത്സവങ്ങളിലെ വിധി നിർണ്ണയം സുതാര്യമാക്കാൻ വിജിലൻസ് സ്വീകരിച്ച നടപടികളെ വിധികർത്താക്കൾ അട്ടിമറിക്കുന്നു എന്ന വാർത്തയാണത്. വിജിലൻസ് രഹസ്യങ്ങൾ ചോർത്തിയെടുത്താണ് വിധികർത്താക്കൾ വിജിലൻസ് നടപടികളെ മറികടക്കുന്നത്. സ്കൂൾ കലോത്സവങ്ങളിലെ വിധി നിർണയത്തിലെ പരാതികൾ പലതും പരിഹരിക്കാൻ വിജിലൻസ് പല നഗരങ്ങളിലും ഇറങ്ങുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ സർക്കുലർ ഇറക്കി. എന്നാൽ ഫോൺ ചോർത്തലാണ് ഇവരുടെ പ്രധാന പണിയെന്നറിഞ്ഞ വിധികർത്താക്കളാവട്ടെ നേരത്തെ തന്നെ നമ്പർ മാറ്റിക്കഴിഞ്ഞു. പുതിയ നമ്പർ ഉപയോഗിക്കുന്നതാകട്ടെ മറ്റൊരാളും. തങ്ങളുടെ ഫോൺ നമ്പർ ചോർത്തുമെന്നറിഞ്ഞ് ഈ തന്ത്രം വളരെ വേഗത്തിൽ തന്നെ മറികടക്കാൻ വിധികർത്താക്കൾക്ക് കഴിഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിൽ അതിൻ്റെ നടപടിക്രമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാളിച്ചകൾ, അതിൻ്റെ നടപടിക്രമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുത്തഴിഞ്ഞ നിലപാടുകൾ തീർച്ചയായും അത് കലോത്സവങ്ങളെയും ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വിധികർത്താക്കളെ നൽകുന്ന സംഘം ഇത്തവണയും സജീവമാണ്. കൊല്ലം കേന്ദ്രീകരിച്ചാണ് ഈ സംഘമുള്ളത്. വിധികർത്താക്കളെ നൽകുന്നവരിൽപ്പെട്ട ആലപ്പുഴയിലെ ഒരു സ്കൂളിലെ അധ്യാപകൻ ഇത്തവണയും സജീവമാണ്. ഇതേ സ്കൂളിന് 6ാം തവണയും സമ്മാനം ലഭിച്ചു. ഇങ്ങനെ ഒരേ ഇനത്തിന് ചില സ്കൂളുകൾക്ക് സ്ഥിരമായി 1ാം സ്ഥാനം ലഭിക്കുന്നതും വിജിലൻസ് നിരീക്ഷിച്ചു വരുന്നു. സ്കൂൾ കലോത്സവങ്ങളുടെ മത്സരഫലം ഇടയേറ്റതാക്കാൻ പല ശ്രമങ്ങൾ നടത്തുമ്പോഴും അത് അട്ടിമറിക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. ക്യാമറ പേഴ്സൺ മാഹീനൊപ്പം യു ഷൈജു, മീഡിയ വൺ, ആലപ്പുഴ. ആലപ്പുഴ സ്റ്റുഡിയോയിൽ ശ്രീകുമാർ, AKSTU നേതാവ്, MM സജീന്ദ്രൻ കോഴിക്കോട് സ്റ്റുഡിയോയിൽ, P ഹരിഗോവിന്ദൻ പാലക്കാട് സ്റ്റുഡിയോയിൽ, KPSTU നേതാവ്. ആദ്യം ശ്രീകുമാർ, ആലപ്പുഴയിൽ നിന്നുള്ള ഒരു വാർത്തയും മലപ്പുറത്തു നിന്നുള്ള ഒരു വാർത്തയും കണ്ടു. ഇതൊക്കെ ഈ യുവജനോത്സവത്തിൽ നടക്കുന്ന ക്രമക്കേടുകളുടെ അല്ലെങ്കിൽ അഴിമതിയുടെ കോഴയുടെ ഏതാനും ചില അറ്റം മാത്രമാണ്, ഒരു ചെറിയ സൂചനകൾ മാത്രമാണ്. ഇതിലൊക്കെ അപ്പുറത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് ഓരോ വർഷത്തെയും അനുഭവങ്ങൾ തെളിയിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ഇത്തരം സംഗതികൾ ആവർത്തിക്കപ്പെടുന്നത്? തീർച്ചയായും ഇത് യുവജനോത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കോഴകളുടെ ഇങ്ങേയറ്റത്തെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതിലപ്പുറം വലിയ അഴിമതിയും കോഴയും ഈ യുവജനോത്സവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഞങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ആകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുത്തഴിഞ്ഞ നടപടികളുടെ തുടർച്ച സ്വാഭാവികമായും കേരളത്തിലെ കലോത്സവങ്ങളിലും സംഭവിക്കുക എന്നുള്ളത് സാധാരണമായി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പരീക്ഷാ നടത്തിപ്പിൽ, പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിൽ എന്ന് വേണ്ട വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ തലങ്ങളിലും. ശ്രീകുമാർ, അത് ഇപ്പോൾ ഈ ഒരു ഭരണം വന്നതുകൊണ്ട് മാത്രമുണ്ടായ പ്രതിഭാസമാണ് എന്ന് കരുതാനാവില്ല. അല്ല, ഏതായാലും ഇതിനു മുമ്പ് ഏതെങ്കിലും വിധികർത്താവ് എൻ്റെ കയ്യിൽ എനിക്ക് 1 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു, ഈ ഒരു മത്സര ഇനത്തിന് 1ാം സ്ഥാനം കൊടുത്താൽ 2ാം സ്ഥാനമാണ് കൊടുക്കുന്നതെങ്കിൽ 50,000 രൂപയെ തരൂ എന്ന് ഇതിനു മുമ്പ് ഒരു വിധികർത്താവും കേരളത്തിൽ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. കൂട്ടത്തോടെ കുട്ടികൾ സ്റ്റേജിൽ കയറിയിരുന്ന് ഈ മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിച്ചത് ശരിയല്ല എന്ന് കുട്ടികൾ പറയുന്ന സംഭവം ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജില്ലാതല യുവജനോത്സവങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. കുട്ടികളും രക്ഷിതാക്കളും ഒന്നടങ്കം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ തടഞ്ഞു വെച്ച് ഇവിടെ നടക്കുന്ന വിധി നിർണ്ണയം ശരിയല്ല എന്ന് പറയുന്ന സാഹചര്യം
കേരളത്തിൽ നമുക്ക് കാണാൻ Yes, ശ്രീകുമാർ, ഞാൻ മടങ്ങിയെത്താം. ഇതൊക്കെ ശ്രീ പി. ഹരിഗോവിന്ദൻ, നേരത്തെ ആ, അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായ സാധാരണ ആരോപണങ്ങൾ എന്തു തന്നെയാവട്ടെ, ഇതൊരു വസ്തുതയാണ്. എല്ലാ കാലത്തും ഇത് നടക്കുന്നതാണ്. സബ് ജില്ലാ തലം മുതൽ ജില്ലാ തലം മുതൽ ഒക്കെ തന്നെ ഈ അഴിമതി വളരെ പ്രകടമാണ്. വിധികർത്താക്കളെ നേരത്തെ നിർണ്ണയിക്കുന്നു, അതിന് കൃത്യമായി ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു, അവർ വിധി നിർണ്ണയിക്കാൻ എത്തുന്നു, അവർ വിധി നിർണ്ണയിക്കുന്നു. അപ്പീൽ കമ്മിറ്റിയിൽ പോയാലാവട്ടെ അത് മറ്റൊരു സംഘത്തിന്റെ കയ്യിലാകുന്നു. എല്ലാ തലത്തിലും ഈ അഴിമതി വളരെ പ്രകടമായി തന്നെ നിലനിൽക്കുന്നു എന്നത് അംഗീകരിക്കാതിരിക്കാനാവില്ല. ശ്രീ ഹരിഗോവിന്ദൻ, ഈ വിദ്യാഭ്യാസ മേഖല ആകെ കുത്തഴിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് ഈ അഴിമതി എന്ന് പറയുന്ന ശ്രീകുമാരൻ മാഷ് അഭിപ്രായത്തോട് യോജിപ്പില്ല. കലോത്സവ വേദികളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പരിശോധിച്ച് നോക്കുക, എവിടെയാണ് പ്രയാസമുണ്ടാകുന്നത്? ഡാൻസ് ഐറ്റംസിലാണ്, കഥകളി, അതുപോലെ നൃത്ത ഇനങ്ങൾ, അവിടെയാണ് പ്രശ്നം. നമ്മുടെ അധ്യാപകർ പരിശോധിക്കുന്ന ഡ്രോയിങ് ആവട്ടെ, കഥാരചനയാകട്ടെ, അല്ലെങ്കിൽ മ്യൂസിക് ആവട്ടെ, അങ്ങനെയുള്ള നമ്മുടെ നിലവിലുള്ള അധ്യാപകർ പരിശോധിക്കുന്ന ഒരു വിധി നിർണ്ണയത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അല്ല ശ്രീ ഹരിഗോവിന്ദൻ, ഡാൻസ് ആണ് എന്നുള്ളത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ഡാൻസ് ആണ് ഏറ്റവും കളർഫുൾ ആയിട്ടുള്ള ഒരു ഇനം. ആ ഇനത്തിലാണ് ഏറ്റവും കൂടുതൽ മാൽ പ്രാക്ടീസ് നടക്കുന്നത് എന്നത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മോണോ ആക്ട്, മിമിക്രി, കവിത തുടങ്ങി മിക്ക ഇൻഡിവിജ്വൽ ഐറ്റംസിലും ഇത് ഇല്ല, അത് വെറുതെയാണ്. ഞാൻ പല പ്രാവശ്യം ജില്ലയിലെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആയിരുന്ന ആളാണ്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഞാൻ ഒരിക്കൽ പാലക്കാട് ജില്ലയിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആയിരിക്കുമ്പോൾ നാളെ ഇന്ന ഡാൻസിന് ഇന്ന ജഡ്ജാണ് ഇരിക്കുന്നത്, കുട്ടി രക്ഷാവെന്ന് പറയുന്നു. ഞാൻ വിളിച്ച ജഡ്ജ് മാത്രമാണ് അറിയുന്നത്. ജഡ്ജിനെ ഞാൻ കൊല്ലത്ത് തന്നെ ഇറക്കി വിട്ട അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മേഖലയിലെ അഴിമതി അവസാനിപ്പിക്കണമെങ്കിൽ നമ്മൾ സുതാര്യമായ ഒട്ടേറെ നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നില്ല. ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നതിൽ നിങ്ങൾ എല്ലാ സംഘടനാ നേതാക്കളും ബാധ്യസ്ഥരാണ്. അധ്യാപക സംഘടനകളിൽ നിന്ന് തന്നെ യുവജനോത്സവത്തെ മോചിപ്പിക്കണം എന്നാണ് മറ്റു ചിലർ ആവശ്യപ്പെടുന്നത്. അത് മറ്റൊരു താല്പര്യമാണ്. അതായത് കൂടുതൽ അഴിമതി അധ്യാപകരാണ് ഇടപെടുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അയാൾ 1 ലക്ഷം വാങ്ങി എന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞു? അത് പറയട്ടെ. ഏതെങ്കിലും അധ്യാപക സംഘടന നേതാവാണ് പറഞ്ഞ് അവനെ ശിക്ഷിക്കാൻ വകുപ്പുണ്ടല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണ് ചെയ്തെങ്കിൽ അത് തുറന്നു പറയാൻ തയ്യാറാവുകയും അവരെ തെരഞ്ഞു പിടിച്ച് നടപടിയെടുക്കുകയും വേണം. പക്ഷേ വിദ്യാഭ്യാസ വകുപ്പിന് പുറത്തുള്ള ഒരാൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ കുട്ടികൾ അവരുടെ മെച്ചപ്പെട്ട കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മാന്യമായ രൂപത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് വേണ്ടത്. തിരിച്ചു വരാൻ രണ്ടുപേരിലേക്കും. ശ്രീ എം സജീന്ദ്രൻ, കഴിഞ്ഞ വർഷം ഒരു സമാന്തര ജൂറി എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന സംഘത്തിൽപ്പെട്ട ആളാണ് താങ്കൾ. വിധി നിർണയത്തിലെ വലിയ രീതിയിലുള്ള അപാകതയല്ല, അത് മനഃപൂർവ്വം വരുത്തി വയ്ക്കുന്നതാണ്. ആ അഴിമതി എന്ന് തന്നെ അതിനെ വിളിക്കണം. വലിയ കോഴയുടെ താല്പര്യങ്ങളാണ് ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. എവിടെയൊക്കെയാണ് ഈ അഴിമതിയുടെ കോഴയുടെ വേരുകൾ ആണ്ടുകിടക്കുന്നത്? എങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രവർത്തന രീതി എന്ന് താങ്കൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടെ അക്കാദമികമായിട്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുന്നണി വന്നു മറ്റേ മുന്നണി മാറി എന്നതല്ല, അപ്പുറം അക്കാദമികമായിട്ടുള്ളൊരു തലത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു പാരലൽ ജൂറി സംവിധാനമൊക്കെ ഏർപ്പെടുത്തിയതാണ്. എനിക്ക് തോന്നുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും നമ്മൾ കുട്ടികളെ പരിശോധിക്കുന്നത്, ഞാൻ ജഡ്ജായിട്ടും പോയിട്ടുണ്ട്, വിധികർത്താവായിട്ടും പോയിട്ടുണ്ട്, മത്സരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാവായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളെ പരിശോധിക്കേണ്ട തലത്തിലല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, 8ാം ക്ലാസ്സിൽ ചേർന്ന സമയത്ത് ഒരു ഭരതനാട്യം അല്ലെങ്കിൽ ഒരു കുച്ചിപ്പുടി അല്ലെങ്കിൽ ഒരു മോഹിനിയാട്ടം പഠിച്ചാൽ ആ പഠിച്ച ഒരൊറ്റ മോഹിനിയാട്ടം കൊണ്ട് +2 കഴിയുന്നത് വരെ മത്സരിക്കാനുള്ള അവസരം നമുക്ക് ഇന്നുണ്ട്. അതേപോലെ 8ാം ക്ലാസ്സിൽ ഹൈസ്കൂൾ തലത്തിൽ ചേരുന്ന സമയത്ത് ഒരു ശാസ്ത്രീയ സംഗീതം, ഒരു കവിത കാണാണ്ട് ആരെങ്കിലും പ്ലാൻ ചെയ്ത് പഠിപ്പിച്ചാൽ ആ കവിതയുമായിട്ട് അയാൾക്ക് 4-5 വർഷം സഞ്ചരിക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണത് അങ്ങനെ പറ്റുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട എന്താണ്? ഒരു 10-15 വർഷം ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ച ഒരു കുട്ടി, ആ കുട്ടി ഒരു കീർത്തനം ആലപിക്കുന്ന സമയത്ത് കുട്ടിക്ക് സ്വന്തമായിട്ട് മനോധർമ്മം ചെയ്യാനും സ്വരം പാടാനും നിരവൽ ചെയ്യാനും കഴിവുണ്ടോയെന്നാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഏത് വിധികർത്താവ് വിചാരിച്ചാലും അഴിമതി നടത്താനും പറ്റില്ല, എല്ലാ കുട്ടികളും ഒരുപോലെ നമുക്ക് തോന്നുകയില്ല. നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഗുരുനാഥൻ ചിട്ടപ്പെടുത്തിയ സ്വരം 5 മിനിറ്റ് 10 മിനിറ്റ് കൃത്യമായിട്ട് പഠിച്ച് അത് തത്തമേ പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ തന്നെ അവതരിപ്പിക്കുകയാണ് ഈ കുട്ടികൾ ചെയ്യുന്നത്. ഇപ്പോൾ കവിത ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒരു കുട്ടി കവിത ചൊല്ലുന്ന സമയത്ത് നമ്മൾ എന്താണ് പരിശോധിക്കേണ്ടത്? ആ കവിത ആ കുട്ടിയെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് വാക്കുകളെ അന്വയിച്ചുകൊണ്ട്. ഞാനൊന്ന് ഇടപെടട്ടെ. താങ്കൾ പറയുന്നത് യുവജനോത്സവ വേദികൾ എങ്ങനെ നിലവാരമുള്ളതാക്കി മാറ്റാം, എങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികളെ, എങ്ങനെ നമ്മുടെ കുട്ടികളെ നല്ല കലാകാരന്മാരാക്കി വളർത്താം, നല്ല അളവുകോൽ അതിനുവേണ്ടി ഉണ്ടാക്കാം എന്നതൊക്കെയാണ്. പക്ഷേ
ഇവിടെ കൃത്യമായി പണത്തിൻ്റെ ഉത്സവം നടക്കുമ്പോൾ അല്ലെങ്കിൽ കോഴ വാങ്ങിക്കുമ്പോൾ അതിൽ പല സംഘടനകളോ സംഘാടകരോ പോലും അതിനകത്ത് പങ്കാളികളാവുമ്പോൾ അതാണ് അപകടം പിടിച്ച ഇത് രണ്ടും ഒന്നാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 14 കുട്ടികൾ 14 ജില്ലയിൽ നിന്നും പങ്കെടുക്കുന്നു. ഈ 14 പേർക്കും വേണമെങ്കിൽ ഒന്നാം സമ്മാനം കൊടുക്കാനുള്ള അവസരം വിധികർത്താവിൻ്റെ മുമ്പിലുള്ളത് കൊണ്ടാണ് 1 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഒന്നാം സ്ഥാനം തരാമെന്ന് പറയുന്നത്. കാരണം ഇയാൾക്കറിയാം 14 ആൾക്ക് കൊടുത്താലും മെറിറ്റ് ബേസിൽ നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാ ആൾക്കാരും മിനിമം വേണ്ട സ്റ്റാൻഡേർഡിൻ്റെ മേലെയാണ് ഇവൻ എല്ലാ കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരേ കവിത തന്നെ എല്ലാ കൊല്ലം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UP തരത്തിലൊരു കവിത ചൊല്ലി നന്നായിട്ട് ചൊല്ലിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ മാർക്കൊക്കെ ഇട്ട് തിരിഞ്ഞിരിക്കുന്ന സമയത്തേക്ക് ഹൈസ്കൂളിൽ UPയിൽ എന്തൊക്കെ തെറ്റ് വരുത്തിയോ അതേ തെറ്റ് വരുത്തിക്കൊണ്ട് അത് ഹൈസ്കൂളിലും +2ലും വരുന്നു. കാരണം ഒരു മാഷ് പഠിപ്പിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാരലൽ ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത് നാടൻ പാട്ട് ജഡ്ജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു, അതുപോലെ പ്രദീപ് രാമനാട്ടർ, അങ്ങനെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇരുന്നുണ്ടായിരുന്നു. നമ്മുടെ എല്ലാ ജില്ലയിൽ നിന്നും നാടൻ പാട്ട് പരിശോധിച്ചപ്പോൾ 8 ജില്ലയിൽ ഒരൊറ്റ പാട്ടാണ് വന്നത്. അത് വള്ളുവനാടല്ല, പാലക്കാട് ജില്ലയിലെ വള്ളുവനാടൻ പ്രദേശത്തുള്ള ഒരു പാട്ട് ഒരു പ്രത്യേക വ്യക്തി ഈ 8 ജില്ലയിലും പോയി കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് പഠിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് നാടൻ പാട്ടിൻ്റെ മത്സരം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? കേരളത്തിൻ്റെ വൈവിധ്യം, നാടൻ പാട്ടിൻ്റെ വൈവിധ്യം അത് രംഗത്ത് കൊണ്ടുവരില്ലേ വേണ്ടത്? കാസർഗോഡുള്ള ഒരു മാഷ് വള്ളുവനാട്ടിൽ പോയിട്ട് ഒരു പാട്ട് പഠിച്ച് അത് 14 ജില്ലകളിലും പഠിപ്പിച്ചിട്ട് അത് അവതരിപ്പിച്ചിട്ട് അതിന് ഫസ്റ്റ് കിട്ടലാണ് നാടൻ പാട്ടിൻ്റെ മത്സരമെങ്കിൽ എന്തിനാണ് നാടൻ പാട്ടിൻ്റെ മത്സരം? ഇത് തന്നെയാണ് എല്ലാ കലാരൂപങ്ങളിലും മത്സരത്തിന്റെ കാര്യത്തിൽ ഇതാണ് സംഭവിക്കുന്നത്. ശ്രീകുമാർ, ശ്രീ പി ഹരിഗോവിന്ദൻ, വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം ഡിഫോക്കസ് തുടരുന്നു. ശ്രീ പി ഹരിഗോവിന്ദൻ, ഒരു അധ്യാപകന്റെ കീഴിൽ പഠിപ്പിക്കുന്ന കുട്ടികൾ എല്ലാ വർഷവും സംസ്ഥാനത്തെത്തുന്നു. അത് ഓരോ ഇനത്തിലും അത് ആവർത്തിക്കപ്പെടുന്നു. ചിലരുടെ കുത്തകയായി ഇത് മാറുന്നു. ഈ അധ്യാപകരും വിധികർത്താക്കളും അടങ്ങുന്ന ഒരേ ഒരു സംഘം ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നു, അയാളുടെ ആളുകൾ തന്നെ വിധി നിർണ്ണയിക്കുന്നു എന്ന അവസ്ഥ നിലവിലുണ്ട് എന്നത് വളരെ സൂക്ഷ്മമായി നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെടുന്നത്? ഇതിൽ സംഘാടകർ വലിയ ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നില്ലേ? ഒരു ഡാൻസ് മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അടുത്ത ജില്ലയിലെ ജഡ്ജ്മെൻറ്റിന് പോവാണ്. ഈ പഠിപ്പിക്കുന്ന അധ്യാപകരൊക്കെ തന്നെ നമ്മുടെ വിദ്യാലയങ്ങളിൽ സ്ഥിരമുള്ള അധ്യാപകരല്ല, അവരൊക്കെ വിദ്യാലയത്തിന് പുറത്തുള്ള ആളുകളാണ്. അവർക്ക് ആകെയുള്ള വരുമാനം ഇതാണ്. അതിൻ്റെ ഭാഗമായി അവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞാൻ പറഞ്ഞു തരുന്നത്, നമ്മുടെ നിലവിലുള്ള കേരള സർക്കാരിൻ്റെ സർവീസിൽ ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന അധ്യാപകർ വിധികർത്താവായി വരുന്ന വിഷയങ്ങളിൽ തർക്കമുണ്ടാകുന്നില്ലല്ലോ, പ്രശ്നമുണ്ടാകുന്നില്ലല്ലോ. കാരണം എന്താ? അവന് പേടിയുണ്ട്, മറ്റവനെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഒട്ടേറെ ഡാൻസ് ടീച്ചർമാരുണ്ട്, ഒട്ടേറെ സംഗീതജ്ഞന്മാരുണ്ട്. ആ അധ്യാപകർക്ക് ഒരു ക്വാളിഫിക്കേഷൻ വാങ്ങിച്ചാൽ നമ്മുടെ കലാമണ്ഡലത്തിൽ പോയി ഒരു 6 മാസം പഠിപ്പിച്ച് അവരെ വിധികർത്താക്കളാക്കിയാൽ ഈ കലോത്സവ വേദികളിലെ വമ്പിച്ച ദൂർത്ത് ഒഴിവാക്കാൻ കഴിയും. അവർക്ക് ആസ് പെർ KSRTA കൊടുത്തുകൊണ്ട് നമുക്ക് വിധി നടത്താൻ കഴിയും. അവരെന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ അവർക്കൊരു നടപടി എടുക്കാൻ കഴിയും. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പുറമേയുള്ള ഈ എന്താ ഈ വിലപേശൽ ഒഴിവാക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, വളരെ കൃത്യമാണ്. ശ്രീകുമാർ, ഇവിടെ അത്തരം ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിധികർത്താക്കളുടെ ഈ പാർഷ്യാലിറ്റിയെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ പാർഷ്യാലിറ്റി എന്നതിനല്ല അഴിമതി തന്നെ, അതിനെക്കുറിച്ച് നിരവധി ചർച്ചകൾ വന്നതാണ്. എങ്ങനെ അതിനെ മറികടക്കാമെന്ന ചർച്ച വന്നതാണ്. പ്രത്യേകിച്ച് ശ്രീ ഹരിഗോവിന്ദൻ മാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിനകത്ത് നമുക്ക് അറിയാവുന്നൊരു കാര്യം, സ്കൂൾ തലത്തിലെ വിധി നിർണ്ണയം ഒരു അപാകതയും ഇല്ലാത്തതാണെന്ന് കാണാം, ഒരു പരിധി വരെ സബ് ജില്ലയിൽ തലത്തിലും. അത് കഴിയുമ്പോഴാണ് ഏറ്റവും അപകടകരമായി ഇത് വരുന്നത്. അപ്പോൾ ഹരിഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ അധ്യാപകർ തന്നെ മാർക്കിട്ടാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്ന് കരുതാൻ കഴിയുമോ? തീർച്ചയായിട്ടും ഇവിടെ ശ്രീ ഹരിഗോവിന്ദൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് വിധികർത്താക്കൾ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുള്ള അധ്യാപകരാണെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി പ്രതിബദ്ധതയോടുകൂടി ഇക്കാര്യത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായെന്ന് വരാം. പക്ഷേ എനിക്ക് നേരത്തെ ശ്രീ MM ശശീന്ദ്രൻ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. കാരണം നമുക്ക് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ നടക്കുന്നത് ചില പ്രൊഫഷണൽ കലാകാരന്മാർ അവരുടെ ആ പ്രൊഫഷണലിസം വളരെ കർശനമായ ചില ചിട്ടകളോടെ ട്രെയിനിങ്ങിലൂടെ ഈ അധ്യാപകർ ഈ കുട്ടികളെ പഠിപ്പിക്കുകയും ഇത് അതേപടി തത്തമ്മേ പൂച്ച എന്ന് പറയുന്നത് പോലെ ഇത് അതേപടി ഇവർ വന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്ക് നമ്മുടെ കലാമേളകൾ മാറുന്നു. നമ്മുടെ പാഠ്യപദ്ധതി മാറിയപ്പോൾ പരീക്ഷാ രീതിയൊക്കെ മാറി. കുട്ടികൾ എഴുതുന്ന ഉത്തരം എന്താണെന്നുള്ളതല്ല, ആ ഉത്തരത്തിലേക്ക് കുട്ടികൾ എങ്ങനെ എത്തി എന്നന്വേഷിക്കുന്ന തരത്തിൽ പരീക്ഷ മാറിയതുപോലെ കുട്ടികൾ കലാപരമായ മികവ് ഏത് തലത്തിൽ ആർജിക്കുന്നു, അവർ സ്റ്റേജിൽ നല്ല പെർഫോമൻസ് നടത്താൻ വേണ്ടിയുള്ള അടിസ്ഥാന ശേഷി അവർക്കുണ്ടോ തുടങ്ങിയ മാനദണ്ഡങ്ങൾ കൂടി
ഇതിൻ്റെ പരിശോധനയിൽ ഉണ്ടാകണം. ഇതിൻ്റെ വിധികർത്താക്കൾക്ക് മാർക്കിടുന്നതിൻ്റെ പരിശോധനയിൽ ഉണ്ടായാൽ യാതൊരു സംശയവും വേണ്ട, ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, ഈ വലിയ തരത്തിലുള്ള കോഴ ഒഴിവാക്കാനും മെറിറ്റ് അനുസരിച്ച് കുട്ടികൾക്ക് പിന്നെ വിധി നിർണയം നടത്തുന്നതിനും വേണ്ടിയുള്ള അവസരമുണ്ടാകും. മാത്രമല്ല, ഈ പിന്നെ മേളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം പ്രശ്നങ്ങൾക്ക് ഇടനില നിൽക്കുന്നത് ഈ വിധികർത്താക്കളേക്കാളധികം ഇത് നമ്മുടെ രക്ഷിതാക്കൾ കാണിക്കുന്ന അമിതമായ ആവേശവും ഉത്കണ്ഠയുമാണ്. കുട്ടികൾക്ക് അവർക്ക് ഈ മത്സരങ്ങളിൽ വിജയിച്ച് വന്നാൽ പത്രമാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വലിയ പ്രചാരം അത് നല്ല കാര്യമാണ്, മാത്രമല്ല 10ാം ക്ലാസ് പരീക്ഷയോടൊപ്പം കിട്ടുന്ന ഗ്രേസ് മാർക്ക് അത് വലിയ അട്രാക്ഷനാണ്. കിട്ടുന്ന ഗ്രേസ് മാർക്ക്, അതാണ് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്. അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നു. ഇത്തരത്തിൽ രക്ഷിതാക്കൾക്ക് ഏത് വിധേനയും നമ്മുടെ കുട്ടികളെ ഉയർത്തി മുകളിലേക്ക് കൊണ്ടുവരണം, അവർക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടുന്നതിന് ഇതുകൂടി സഹായിക്കണം എന്ന നിലയിലേക്ക് രക്ഷിതാക്കൾ കാണിക്കുന്ന അമിത ആവേശവും ഉത്കണ്ഠയുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ മത്സരം കുട്ടികൾക്ക് വിട്ടുകൊടുക്കണം. കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരെ തന്നെ മുൻനിർത്തിയുള്ള പരിശീലനങ്ങളും അവർ നടത്തുന്ന പരിശീലനങ്ങളുടെ ഭാഗമായി ശാസ്ത്രീയമായി കുട്ടികൾ ഈ കലകളിലേക്ക് എത്തുന്നുണ്ടോ, അതിന് വികേന്ദ്രീകൃതമായി ഈ മത്സരങ്ങൾ നടത്തുന്നതിനെ കുറിച്ചൊക്കെയാണ് കഴിഞ്ഞ വർഷം സമാന്തര ജൂറി ആലോചിച്ചത് എന്ന് തോന്നുന്നു. ശ്രീ M.M. സജീന്ദ്രൻ, നിങ്ങൾ പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുമുണ്ടായിരുന്നു. അതൊക്കെ എത്രമാത്രം പ്രായോഗികമാണ്, എങ്ങനെ ആലോചിക്കണം? ഇതുപോലുള്ള വലിയ മേളയിലേക്ക് പോകുന്നതിന് പകരം കുറെ കൂടി വികേന്ദ്രീകൃതമായി ഈ മത്സരങ്ങൾ നടത്തുന്നത്, അല്ലെങ്കിൽ ജില്ലാ തലത്തിലെങ്കിലും ഈ മത്സരം അവസാനിപ്പിക്കുന്ന തലത്തിലെങ്കിലും ആലോചിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അന്ന് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം, നമ്മളെല്ലാ ഈ നൃത്തം മുതൽക്ക് സംഗീതം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഒരേ സ്ഥലത്ത് വെച്ച് നടത്തുന്നതിന് പകരം നമുക്ക് നൃത്തത്തിൻ്റെ ഒരു മേള എന്തുകൊണ്ട് കലാമണ്ഡലത്തിൽ വെച്ച് നടത്തിക്കൂടാ? അതുപോലെ സംഗീതത്തിൻ്റെ ഒരു മേള നമ്മളേതെങ്കിലും സംഗീത കോളേജിൽ വെച്ച് നടത്തിക്കൂടെ? നമുക്ക് ആ തരത്തിൽ ഇതിനെ വികേന്ദ്രീകരിക്കാം. അപ്പോൾ കുറച്ചുകൂടെ ആളുകൾക്ക് അത് ആസ്വദിക്കാനും കുറച്ചുകൂടെ നന്നായിട്ട് ഇത് നടത്തിക്കൊണ്ടുപോകാനും പറ്റും. വേറൊരു കാര്യം, അഴിമതി കുറയുമോ? അഴിമതി കുറയ്ക്കാൻ പറ്റും. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ വെച്ചാൽ, സുതാര്യമല്ല ഇപ്പം നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശങ്ങൾ, ജഡ്ജ്മെൻറ്റിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ തന്നെ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 3 വിധികർത്താക്കൾ ഇരിക്കുന്നു, അല്ല 5 പേരിരിക്കുന്നു. 5 പേർക്ക് അവരുടെ മുമ്പിലിരിക്കുന്ന ഒരു ഓഡിയൻ ഉണ്ട്. ആ ഓഡിയൻ ഈ പരിപാടി മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിധികർത്താക്കൾ ഈ വിധി നിർണ്ണയിച്ച് കഴിഞ്ഞ് ഒരാൾക്ക് ഫസ്റ്റ് കിട്ടിയെന്ന് പറയുന്ന സമയത്ത് ഓഡിയനിൽ ഒരാൾക്കൊരു സംശയം തോന്നാം. എന്തുകൊണ്ടാണ് നിങ്ങൾ കല്യാണി പാടുന്ന സമയത്ത് ശങ്കരാഭരണം കയറി വന്നൊരു കുട്ടിക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഫസ്റ്റ് കൊടുത്തു എന്ന് ചോദിക്കാനുള്ള ഒരു അവസരം ഓഡിയൻ ഉണ്ടാവുകയും അതിന് മറുപടി പറയാനുള്ളൊരു ഉത്തരവാദിത്വം വിധികർത്താവിനുണ്ടാവുകയും ചെയ്യുകയാണ് കുറച്ചുകൂടെ സുതാര്യവും. ഇപ്പം എന്താ ഞങ്ങൾക്ക് കിട്ടുന്ന നിർദ്ദേശം, ഞാൻ കഴിഞ്ഞ ഇപ്രാവശ്യം പോലും കോഴിക്കോട് ജില്ലയുടെ വിധികർത്താവായിട്ട് പോയപ്പം നിർദ്ദേശം പരസ്പരം സംസാരിക്കാൻ പാടില്ല വിധി നിർണ്ണയിക്കുന്ന ആൾക്കാർ. അത് വലിയ അപകടമാണ്. ഒരു കുട്ടി കവിത ചൊല്ലുന്ന സമയത്ത് അർത്ഥം തകരാറാവുന്ന സമയത്ത് തരത്തിൽ അന്വയിച്ചത് എനിക്ക് മനസ്സിലായി, ഞാൻ നോട്ട് ചെയ്തു. വേറൊരാളത് ശ്രദ്ധിച്ചില്ല. അയാൾ ആ കുട്ടിക്ക് 90 മാർക്ക് കൊടുക്കും, ഞാൻ ഈ കുട്ടിക്ക് 70 മാർക്കേ കൊടുക്കുള്ളൂ. ഒരു ഡിസ്കഷൻ ഉണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റും, ഈ കുട്ടിക്ക് ഇന്ന കാരണം കൊണ്ടാണ് ഞാൻ മാർക്ക് കുറച്ചത്, നിങ്ങൾ എന്ത് കാരണം കൊണ്ടാണ് മാർക്ക് കൂടുതൽ കൊടുത്തതെന്ന് പറയാൻ പറ്റും. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ അഴിമതി ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ അത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്താ വെച്ചാൽ, എനിക്കൊരു കുട്ടിയോട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ കുട്ടിക്ക് 90 മാർക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, വേറൊരു കുട്ടിക്ക് സാധാരണ കിട്ടുന്നൊരു മാർക്ക് 50ആയിട്ട് ഒതുക്കി വെക്കുകയും ചെയ്യാം. അപ്പോൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും 3 പേരും കൂടെ എങ്ങനെ മാർക്ക് ഇട്ടാലും ഞാൻ ഉദ്ദേശിച്ച കുട്ടിക്ക് ഒരാൾ വിചാരിച്ചാൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മുടെ പാറ്റേൺ. ശ്രീ സജീന്ദ്രൻ, മറ്റൊരു കാര്യം, അധ്യാപകരാണ് ഈ വിധി നിർണ്ണയത്തിൽ പങ്കുവഹിക്കുന്നത് എങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഇരു സംഘടനാ നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളോട് പറയുന്നത്. എനിക്ക് വളരെ ഖേദത്തോടെ പറയട്ടെ, അവരുടെ അഭിപ്രായത്തോട് ഞാൻ വിയോജിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, അതിന് അർഹതയുള്ള എത്ര പേര് നമ്മുടെ അധ്യാപകരുടെ കൂട്ടത്തിൽ, സംഗീതം പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്, നൃത്തം പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ആരും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മിക്കവാറും ആളുകൾ, മിക്കവാറും സംഗീത അധ്യാപകർ. സജീന്ദ്രൻ, ഒരു 3 പേരെ കിട്ടിയാൽ പോരെ? മതി. പക്ഷെ ആ 3 പേരെ എല്ലാ ജില്ലയിലും കിട്ടണം, എല്ലാ സബ് ജില്ലയിലും നമുക്ക് കിട്ടണം. കിട്ടില്ലേ? മത്സരത്തിൻ്റെ ഏറ്റവും കടുത്ത രംഗം നടക്കുന്നത് പലപ്പോഴും സ്കൂൾ തലത്തിലാണ്. നല്ല സ്കൂളുകൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റി സ്കൂളിലെ കാര്യം എനിക്കറിയാം. യൂണിവേഴ്സിറ്റി സ്കൂളിൽ നിന്ന് 1ാം സ്ഥാനം കിട്ടിയാൽ സ്റ്റേറ്റിലെത്തും എന്ന് ഉറപ്പിക്കാം. അപ്പോൾ അവിടെയാണ് ഏറ്റവും കടുത്ത മത്സരം നടക്കുന്നത്. മിക്കവാറും ആളുകൾ. ഞാൻ തിരിച്ചു വരാം. ശ്രീകുമാർ, സംസ്ഥാനത്ത് എത്താതിരിക്കാൻ വേണ്ടി ജില്ലാ തലങ്ങളിൽ തന്നെ ചില കുട്ടികളെ വെട്ടിയൊതുക്കുന്ന പ്രവണത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, പക്ഷേ പലരും പറഞ്ഞു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രൂപത്തിൽ വലിയ ഉത്കണ്ഠയോടുകൂടി നമ്മുടെ രക്ഷിതാക്കൾ ഈ തരത്തിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. വിധികർത്താക്കളെ മുൻകൂട്ടി സ്വാധീനിച്ച് എൻ്റെ കുട്ടിക്ക് ലഭിക്കേണ്ട വിജയം ലഭിക്കാതെ പോയി എന്ന് ഉത്കണ്ഠപ്പെടുന്ന കുട്ടികളെയും അതുപോലെ തന്നെ രക്ഷിതാക്കളെയും തീർച്ചയായും എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇന്ന മത്സരത്തിൽ ഇന്നയാൾ എന്നിപ്പോൾ ഇവിടെ ഉദാഹരണ സഹിതം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. തിരിച്ചു വരാം താങ്കളിലേക്ക്.
അതിഥികൾ തുടരുക. ദി ഫോക്കസിൽ ഒരു ചെറിയ ഇടവേള. ദി ഫോക്കസ് തുടർന്നു. ശ്രീ ഹരിഗോവിന്ദൻ, ശ്രീകുമാർ, എം സജീന്ദ്രൻ എന്നിവർ ചേരുന്നു ചർച്ചയിൽ. ശ്രീ എം സജീന്ദ്രൻ, മറ്റൊരു പ്രശ്നം അപ്പീലിൻ്റെതാണ്. വിധികർത്താക്കളുടെ അല്ലെങ്കിൽ പാർഷ്യാലിറ്റിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്പീൽ. പക്ഷേ അപ്പീൽ അതിലും വലിയ അഴിമതിയുടെ അരങ്ങായി മാറുന്നു. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഈ അപ്പീലുകളിൽ ഉള്ള ക്രമക്കേടുകൾ വ്യാപകമായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പീൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വിധികർത്താക്കളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു അപ്പീൽ കൊടുക്കാൻ പറ്റില്ല. ആ മൈക്ക് തകരാറാണെന്നോ ശബ്ദം തകരാറാണെന്നോ ബഹളം ഉണ്ടായെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അപ്പീൽ കൊടുക്കുന്നത്. അപ്പീൽ കൊടുക്കാനും പാസ്സാക്കാനും ഒരു സംഘം തന്നെ DD ഓഫീസുകൾ കേന്ദ്രീകരിച്ചും മറ്റും പ്രവർത്തിക്കുന്നു എന്നത് എത്രമാത്രം വസ്തുതാപരമാണ്? ഇപ്പോൾ അപ്പീലിൻ്റെ ഈ പറഞ്ഞ മാതിരി തന്നെ അപ്പീലിൻ്റെ ഒരു കാര്യത്തിലും നമ്മളിപ്പോൾ ഓട്ട മത്സരമോ ചാട്ട മത്സരമോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ചരട് കിട്ടി അപ്പുറം ഇപ്പുറം നിന്ന് തീരുമാനിക്കാം ആർക്കാണ് ഒന്നാം സ്ഥാനം കിട്ടിയ, ആരാ തെറ്റ് വരുത്തിയെന്നുള്ളത്. ഇത്തരം ഒരു മത്സരത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു കോടതിക്കോ അല്ലെങ്കിൽ ഒരു ജഡ്ജിനോ പറയാൻ സാധിക്കില്ല, എൻ്റെ മുമ്പിലിരുന്ന ഒരു കുട്ടി കവിത ചൊല്ലിയപ്പോൾ ആ കുട്ടി എന്ത് തെറ്റാണ് വരുത്തിയതെന്ന് 2-3 ദിവസം കഴിഞ്ഞിട്ട് അത് പരിശോധിക്കുന്ന ഒരു വിധികർത്താവിന് അല്ലെങ്കിൽ ഒരു ജഡ്ജിന് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്പീലിൻ്റെ മാനദണ്ഡങ്ങൾ, ആർക്കൊക്കെ അപ്പീൽ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള മാനദണ്ഡങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഒരു പ്രധാന പ്രശ്നം, ഇതിൽ ഒന്നാം സ്ഥാനം കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് പോയിട്ടില്ലെങ്കിൽ മരിച്ചു പോകുന്നൊരു തോന്നലൊന്നും കുട്ടികൾക്കും ഉണ്ടാവേണ്ട കാര്യമില്ല. അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ കല കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാംസ്കാരികമായിട്ടുള്ളൊരു ഉന്നമനമാണല്ലോ. അതിൻ്റെ നേരെ എതിരായിട്ടുള്ള ദിശയിലേക്ക് ക്രിമിനൽ വാസനയാണ് നമ്മളെ കുട്ടികളിൽ നമ്മളിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരാൾ പാട്ട് പാടുന്നു, വിധികർത്താവ് അത് ആസ്വദിക്കുന്നില്ല. വിധികർത്താവ് കുറ്റം കണ്ടുപിടിക്കാനാണ്, ഞാനാണ് വിധികർത്താവെങ്കിൽ കുറ്റം കണ്ടുപിടിക്കാനാണ് ഇരുന്നത്. ഈ കുട്ടിയുടെ രക്ഷിതാവും ഇത് ആസ്വദിക്കുന്നില്ല, ടെൻഷനാണ്. അവിടെ ഇരിക്കുന്ന ഒരൊറ്റ രക്ഷിതാക്കളും ഒരൊറ്റ കുട്ടികളും ഈ പാട്ട് ആസ്വദിക്കുന്നില്ല. തെറ്റ് പറ്റുമോ നോക്കാനാണ് എല്ലാ ആൾക്കാരും ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ കല കൊണ്ട് ഉദാത്തമായിട്ടുള്ള ഏതവസ്ഥയിലേക്കാണ്. ശ്രീ ഹരിഗോവിന്ദൻ, അപ്പീലുകളുടെ പ്രശ്നം ഞാൻ ചൂണ്ടിക്കാണിച്ചു. DD ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പോലും നടക്കുന്ന ഇത്തരം ക്രമക്കേടുകൾ, അവിടെ അപ്പീൽ പാസ്സാക്കി കൊടുക്കാൻ ചില ആളുകൾ പ്രവർത്തിക്കുന്നു. അതുമാത്രമല്ല, നമുക്കറിയാം അപ്പീലുകൾ ലഭിച്ച് അതിന് അടച്ച തുക പലരും തിരികെ വാങ്ങുന്നില്ല, തിരികെ കൊടുക്കുന്നുമില്ല. ഈ പണം എങ്ങനെയാണ് പിന്നീട് ചെലവഴിക്കപ്പെടുന്നത് എന്നൊക്കെ പരിശോധിക്കപ്പെടേണ്ടതില്ലേ? ഇത് എത്രമാത്രം ട്രഷറിയിൽ എത്തുന്നുണ്ട്? തീർച്ചയായിട്ടും അത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇവിടെ അപ്പീലുകൾ നടത്തുന്നതിന് വേണ്ടി സുതാര്യമാക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് ഉപജില്ലാ തലം മുതൽ എല്ലാ മേളകളും വീഡിയോ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഈ വർഷം പാലക്കാട് ജില്ലയിൽ നടന്ന ഒരു കലോത്സവത്തിൽ 2 ഫസ്റ്റ് വന്നു. 2 ഫസ്റ്റ് വന്നപ്പോൾ DD ചെയ്തതെന്താ, അപ്പീൽ കമ്മിറ്റി മുമ്പാകെ ഈ 2 CD അവതരിപ്പിച്ചു. ആ പരാതിക്കാരായ 2 സ്കൂളുകളെ ഇരുത്തി, കുട്ടികളെ ഇരുത്തി. അവർക്ക് തന്നെ ബോധ്യപ്പെട്ടു, ഞാൻ പറഞ്ഞു വരുന്നത് വീഡിയോ റെക്കോർഡിംഗ് അല്ല. പാലക്കാട് കലാപരമായി മുമ്പിൽ നിൽക്കുന്ന ജില്ലയാണ്. അതുകൊണ്ടാണ് പരാതി എപ്പോഴും. പാലക്കാട് വളരെ കലാപരമായി ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ജില്ലയാണ്, സ്വർണ്ണക്കപ്പ് വാങ്ങിയ ജില്ലയാണ്. അതുകൊണ്ട് ഇവിടെ കടുത്ത മത്സരമാണ്, ഇഞ്ചോടിഞ്ച് മത്സരമാണ്. അതുകൊണ്ട് ഇവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. അത് വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ പാലക്കാട് ജില്ലയിൽ പ്രശ്നം തീർന്നു, അവർക്ക് ബോധ്യപ്പെട്ടു. അപ്പോൾ അതിനുള്ള സംവിധാനമില്ലായല്ല. പിന്നെ ഇവിടെ ഈ യഥാർത്ഥ വീഡിയോ റെക്കോർഡിങ്ങും അതിൻ്റെ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ ചർച്ച നടത്തുമ്പോൾ ഇവിടെ ഈ അപ്പീലിൻ്റെ ഭാഗമായി വരുന്ന ആളുകൾ പൈസ തിരിച്ചു കൊടുക്കണം നിയമമുണ്ട്. സംസ്ഥാനത്ത് പൈസ തിരിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആളുകൾ എന്താ പറയുക, അപ്പീൽ കിട്ടിയാൽ വേഗം വാങ്ങി പോവുക. ചിലർ പൈസ വാങ്ങുന്നില്ല, ബാക്കി പൈസ DDയിൽ ഏൽപ്പിക്കുക. DD അത് ജില്ലാതല കലോത്സവത്തിന് ഉപയോഗിക്കുകയാണ്. അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ ആ പണം ഞങ്ങൾ എടുത്തോളാം എന്ന രീതിയിൽ പറയാതെ പറയുക കൂടിയാണ്. ഇല്ല, അങ്ങനെ പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുന്നില്ല. അതാണ് എന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ ശ്രീകുമാർ, ഇവിടെ ഞാൻ ശ്രീ ഹരിഗോവിന്ദൻ, സമയപരിമിതി മൂലം ഞാൻ ഇടപെടുകയാണ്. ശ്രീകുമാർ, താങ്കളെങ്കിലും അംഗീകരിക്കുമോ? അല്ല, നമ്മളെ അധ്യാപകർക്ക് നേരത്തെ സജീന്ദ്രൻ പറഞ്ഞ തെറ്റാണ്. നമ്മുടെ അധ്യാപകർക്ക് തന്നെ പരിശീലനം കൊടുത്ത് വിധികർത്താവ് നടപ്പാക്കാവുന്നേ ഉള്ളൂ. അതിനുള്ള ശ്രീകുമാർ, അപ്പീലിന് കിട്ടുന്ന തുക അത് എവിടെ പോകുന്നു? അപ്പീൽ പാസ്സാക്കാതിരിക്കുന്ന തുക എവിടെ പോകുന്നു? പാസ്സാക്കിയ തുക റീഫണ്ട് ചെയ്യപ്പെടുന്നുണ്ടോ? അന്വേഷിക്കണ്ടേ? തീർച്ചയായിട്ടും ഈ രൂപത്തിലൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള അഴിമതി നടക്കുന്നുണ്ട്. വലിയ തോതിലുള്ള അഴിമതിക്കുള്ള സാധ്യതയും ഇതിലുണ്ട്. ആ സാധ്യത പരമാവധി മുതലാക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റിലെ വളരെ കൗശലക്കാരായ ഉദ്യോഗസ്ഥന്മാർ ഒട്ടും പിന്നിലല്ല. അവരൊക്കെ തന്നെയാണ് ഈ മേളകൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളായി നിൽക്കുന്നത്. പലപ്പോഴും ഇത് രക്ഷിതാക്കൾ ഈ പണം വാങ്ങാതെയാണ് പോകുന്നത്. നേരത്തെ കരികുന്നം മാഷ് പറഞ്ഞതുപോലെ വളരെ തിരക്ക് പിടിച്ച് രക്ഷിതാക്കൾ പോകുമ്പോൾ ഈ പണം രക്ഷിതാക്കളെ ഏൽപ്പിക്കേണ്ടതാണെന്നുള്ള തത്വചിന്തയോ അല്ലെങ്കിൽ അത്തരം നീതിബോധമോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം നന്ദി ശ്രീകുമാർ, ശ്രീ എം സജീന്ദ്രൻ, ശ്രീ P ഹരിഗോവിന്ദൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ദി ഫോക്കസിൽ
ഇനി മറ്റൊരു വിഷയമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.